വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു തേർഡ് ചാപ്റ്റർ. ചാപ്റ്റർ നെയിം ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇവിടെ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ്, എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളതും അതിന്റെ തത്വങ്ങൾ എന്താന്നുള്ളതും, അതോടൊപ്പം തന്നെ ഹൗ ടു സോൾവ് എ പ്രോബ്ലം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അതിനെ സമീപിക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ പ്രോസസ്സിംഗ് എന്താന്നുള്ളത്. ഡാറ്റയിന്മേൽ നടത്തുന്ന ചില ഓപ്പറേഷൻസുകൾ, പല ഓപ്പറേഷൻസുകളാവാം, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആവാം, ലോജിക്കൽ ഓപ്പറേഷൻസ് ആവാം, റിലേഷണൽ ഓപ്പറേഷൻസ് ആവാം, ഏത് ഓപ്പറേഷൻസും ആയിക്കോട്ടെ. ഡാറ്റയിന്മേൽ ചില ഓപ്പറേഷൻസ് നടത്തുന്നു, അതിന്റെ ഫലമായിട്ട് ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 സംഖ്യകൾ കൂട്ടുക, 1 + 2, 1ഉം 2ഉം ആണ് അവിടെ ഡാറ്റ. പ്ലസ് ദാറ്റ് മീൻസ് അഡീഷൻ, അതാണ് അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് ആണ് 3 എന്ന് പറയുന്നത്, അതാണ് ഇൻഫർമേഷൻ. അപ്പൊ അത് അവിടെ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് അവിടെ എന്ത് ചെയ്തു, നടന്നു എന്നർത്ഥം. ഈ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഹാർഡ്വെയർ കമ്പോണൻസുകളും സോഫ്റ്റ്വെയർ കമ്പോണൻസുകളും. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സോഫ്റ്റ്വെയർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പല ജോലികൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇവയെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശങ്ങൾ നൽകണം, ഇൻസ്ട്രക്ഷൻസുകൾ നൽകണം. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ കുറിച്ചിട്ട്. Computer language mainly divided into 2 types: low level language and high level language. Low level language just like machine oriented language, but high level language just like English language. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജിൽപ്പെട്ട കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ്. ദാറ്റ് മീൻസ് അതിന് എക്സാമ്പിൾസ് ആണ് C++, ജാവ. നമ്മൾ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ സിലബസിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് പ്രോഗ്രാംസ് എഴുതിയിട്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസുകളെ സോൾവ് ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മൾ നൽകുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ഫ്ലോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസുകൾ എങ്ങനെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എഴുതിയ ഇൻസ്ട്രക്ഷൻസിന്റെ ഗ്രൂപ്പ്, അതിനെയാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. A sequence of instructions written in a language that is understood by the computer is known as computer program. അപ്പോൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. ആദ്യം നമുക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിന്റെ റൂൾസ് നമുക്കറിയണം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, കമ്പ്യൂട്ടറിന് എന്തില്ല, കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഭവമല്ല. സ്വന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ആയിരിക്കില്ല, കമ്പ്യൂട്ടറിനില്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താണോ പ്രോഗ്രാമർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമേ ആർക്കുള്ളൂ, കമ്പ്യൂട്ടറിനുള്ളൂ. നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്
മെയിനായിട്ട് രണ്ട് രീതിയിൽ അതിനെ സമീപിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്നുള്ളതാണ്. ടോപ്പ് ഡൗൺ ഡിസൈൻ അതായത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, അതിന് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ. പക്ഷെ അത് ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഏത് രീതിയിലുമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. അത് അയാളുടെ ഇഷ്ടമാണ്. അപ്പൊ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാല് ആ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യാം, ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്യാം, ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യാം, അല്ലെ? അപ്പൊ ഏതൊരു രീതിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്രോച്ച് ചെയ്യാം. ആ അസുഖം മാറുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് അപ്രോച്ചുകളാണ്, ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടോപ്പ് ഡൗൺ അത് മുകളിൽ നിന്ന് താഴത്തേക്കാണ് അല്ലെ. ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ്. എന്താണ് അത് ആ താഴ്ന്ന മുകളിലേക്ക് അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ എക്സാമ്പിൾ സഹിതം പറയാം. അപ്പൊ നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട്, ഒരു വീടിന്റെ പിക്ചറാണ്. ഈ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ വരക്കുക, ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത് ടാസ്ക്, പ്രോബ്ലം. അത് സോൾവ് ചെയ്യണം. നമുക്ക് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഞാൻ പറയുകയാണ് ഡ്രോ ദി ഔട്ട്ലൈൻ ഓഫ് ദി ഹൗസ്. ആദ്യം ഞാൻ ഹൗസിന്റെ ഔട്ട്ലൈൻ വരച്ചു. അതിനുശേഷം ഞാൻ ചിമ്മിനി വരച്ചു. അതിനുശേഷം ഞാൻ ഡോർ വരച്ചു, പിന്നെ വിൻഡോസ് വരച്ചു. ഈ ഡോർ വരയ്ക്കാന്ന് പറയുമ്പോൾ തന്നെ അതില് ഡോറിനൊരു ഔട്ട്ലൈൻ ഉണ്ട്, അതിന് ഹാൻഡിൽ വരക്കണം, അതിന് ഷെയ്ഡ് ചെയ്യണം. അതേപോലെ തന്നെ വിൻഡോ വരയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ വിൻഡോ ഔട്ട്ലൈൻ ഉണ്ട്, അതിന് ഷെയ്ഡ് ചെയ്യണം, അതിന് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ ലൈൻസ് വരക്കേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പ്രോബ്ലത്തെ എന്ത് ചെയ്തു, സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ സബ് പ്രോബ്ലംസുകൾ എന്ത് ചെയ്യാണ്, 1 by 1 ആയിട്ട് സോൾവ് ചെയ്യുകയാണ്. അപ്പോ മെയിൻ പ്രോബ്ലം എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം, ആ മെയിൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സബ് പ്രോബ്ലംസുകൾ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് സബ് പ്രോബ്ലംസ് മെയിൻ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് സബ് പ്രോബ്ലംസുകളൊക്കെ എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ചില അഡ്വാൻറ്റേജുകൾ ഒന്ന് വേഗം പറഞ്ഞു പോകാം. നമ്മളിങ്ങനെ ഈ പ്രോബ്ലത്തെ ചെറിയ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓരോ പാർട്ടിലും എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈച്ച് സ്റ്റെപ്പ് ഓഫ് റിഫൈൻമെന്റ് ദ ന്യൂ പാർട്സ് ബിക്കം ലെസ് കോംപ്ലിക്കേറ്റഡ്. നമുക്ക് ഓരോ പാർട്ടും ക്ലിയർ ആയിട്ട് പോകുമ്പോൾ നെക്സ്റ്റ് പാർട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പാർട്സ് ഓഫ് സൊല്യൂഷൻ മേ ടേൺ ഔട്ട് ടു ബി റീയൂസബിൾ. അത് ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിനി എങ്ങനെയാണ് ചിലപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യുന്നതും ആ സബ് പ്രോബ്ലംസുകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചില പാർട്ടുകൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, റീയൂസബിൾ ആണെന്നാ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ റീയൂസബിൾ ആയി വരാം. അത് ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പ്രോഗ്രാമിംഗിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് റീയൂസബിൾ ആവുന്നത്, ചില പാർട്ടുകൾ എങ്ങനെ റീയൂസബിൾ ആവുന്നു എന്നുള്ളതൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മളൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യും ഇങ്ങനെ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു മെയിൻ പ്രോബ്ലം അതിന് 5 പാർട്സുകളായി സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്തു. ഓരോ പാർട്ടും ഓരോ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മൊത്തം ഒരൊറ്റ ആള് തന്നെ ചെയ്യുന്നതിന് പകരമായിട്ട് ആ 5 സബ് പ്രോബ്ലംസുകളെ ഓരോ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല പല അഡ്വാൻറ്റേജുകൾ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഇരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ബോട്ടം അപ്പ് ഡിസൈൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ടോപ്പ് ഡൗൺ ഡിസൈൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ബോട്ടം അപ്പ് ഡിസൈൻ. ആ പേര് സൂചിപ്പിക്കുന്ന ബോട്ടം അപ്പ് എന്നുള്ളതാണ് അല്ലെ. എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മെയിൻ പ്രോബ്ലം എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മെയിൻ പ്രോബ്ലം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഈ പ്രോബ്ലം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ എന്ത് ചെയ്യുക, സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യുന്നു.
ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് പറഞ്ഞാൽ അതേപോലെ തന്നെ എന്താ സബ് പ്രോബ്ലംസുകളെ ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ്, ബോട്ടം പാർട്ടിൽ നിന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട്, ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു വീട് വരച്ചത് നമ്മൾ കണ്ടു അല്ലെ, അതിന്റെ സ്റ്റെപ്സുകൾ പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അല്ലെ നമ്മൾ വീട് ആക്ച്വലി ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ച് നോക്കാം. നമ്മൾ ആദ്യം ഔട്ട്ലൈൻ അല്ലല്ലോ ഉണ്ടാക്കുക, നമ്മൾ ആദ്യം എന്താ ഉണ്ടാക്കുക, അതിന്റെ തറയാണ് ഉണ്ടാക്കുക അല്ലെ. അതിനുശേഷമാണ് നമ്മൾ ചുമരുകൾ ഉണ്ടാക്കുക. അതിനുശേഷമാണ് നമ്മൾ അതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആണ് അതിന്റെ റൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. റൂഫിംഗ് ഒക്കെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ്. എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് ഡിസൈൻ ആണ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിനെ അപ്രോച്ച് ചെയ്യാമെന്നാ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിൽ വെക്കുക. അതിന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാണെങ്കിൽ കുറച്ചുകൂടി കഴിയണം. ഈ രണ്ട് രീതിയിൽ ചെയ്യാന്ന് മനസ്സിലാക്കുക. പിന്നെ അത് പറയാനുള്ളത് ഈ ഫസ്റ്റ് പറഞ്ഞ ടോപ്പ് ഡൗൺ ഡിസൈൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ പ്രോബ്ലത്തെ സമീപിക്കുന്നത് ഈ ഒരു അപ്രോച്ചിലാണ്, ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ചിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വേറെ കാര്യം പറയണം എന്താ വെച്ചാല്, ഇതൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും നമ്മളെ ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നില്ല, മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസിലായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് പ്രോബ്ലംസിനെയും ഇൻഡിവിജ്വൽ ആയി സോൾവ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗിൽ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ മെയിൻ പ്രോബ്ലം, ഒറ്റ ഫംഗ്ഷനിൽ എല്ലാവിധ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ എന്താണ്, എങ്ങനെയാണ് മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസിലായി ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ഒരു ടോപ്പ് ഡൗൺ ഡിസൈൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ജസ്റ്റ് ഈ രണ്ട് അപ്രോച്ച് ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പേരിൽ തന്നെ ഉണ്ടല്ലേ, പ്രോഗ്രാമിംഗിന്റെ വിവിധ തലങ്ങൾ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമ്മള് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാല് അതിന് പല പല സ്റ്റെപ്സുകളുണ്ട്. അല്ലെങ്കിൽ അത് സോൾവ് ചെയ്ത് വരിക എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പല ആ ഒരു പ്രോഗ്രാമിംഗിൽ പല ഫേസുകളുണ്ട്. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നല്ല രീതിയിലുള്ള പ്രോപ്പർ തിങ്കിങ്, പ്രോപ്പർ പ്ലാനിങ്, അതുപോലെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, ലോജിക്കൽ റീസണിങ്സ് ഉണ്ടാവണം. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക് ഫ്ലോ എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാല് ഇന്ന രീതിയിലെ ട്രീറ്റ്മെന്റ് തന്നെ പോകണമെന്നില്ല, ആ അസുഖം മാറുക എന്നുള്ളൂ. എന്ന് പറയുമ്പോൾ രണ്ടാളുകൾക്ക് ഒരേ സെയിം പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ, സെയിം ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാല് അത് സോൾവ് ചെയ്യുന്നത് രണ്ടാളുകളുടെയും ലോജിക്കിനനുസരിച്ചിട്ടേക്കാരം വ്യത്യസ്തമായിരിക്കും. പക്ഷെ അവിടെ അൾട്ടിമേറ്റ് എന്താണ്, ആ പ്രോബ്ലം സോൾവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ്. ചില ആളുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കാരും പോയിട്ടുണ്ടാവുക, ചില ആളുകൾ കുറച്ച് ഈസി ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് സോൾവ് ചെയ്തിട്ടുണ്ടാവുക. അത് ഓരോരുത്തരുടെയും തിങ്കിങ്ങിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അയാളുടെ ലോജിക്കിനനുസരിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളിതിൽ പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതാണ്. എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. തേർഡ് വൺ ഈസ് കോഡിംഗ് ദി പ്രോഗ്രാം യൂസിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ട്രാൻസ്ലേഷൻ. ഫിഫ്ത് വൺ ഈസ് debugging. And sixth one is execution and testing. And last one is documentation. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതാണ്. പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതിലുണ്ടല്ലോ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മള് ഒരു അസുഖം വന്നിട്ട് ഒരു ഡോക്ടർക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് ഒരു തൊണ്ടവേദന വന്നു. ആ തൊണ്ടവേദനയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോക്ടർക്ക് പോവാണ്. നമ്മൾ ചെന്നിരിക്കുന്ന പാടെ എന്ത് ചെയ്യണില്ല, ഡോക്ടർ മരുന്നുകൾ എഴുതുന്നില്ല. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ, എത്ര ദിവസമായി തുടങ്ങിയിട്ട്, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെ, ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഡോക്ടർ
ആ പ്രോബ്ലം എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മരുന്ന് മെഡിസിൻ എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു കളിക്കുന്നതിന്റെ ഇടയിൽ വീട് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു പാദം എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ചെന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണില്ല, ട്രീറ്റ്മെന്റ് നടത്തില്ല ചെയ്യുന്നത്. ചിലപ്പോൾ എക്സ്റേ എടുക്കാൻ പറയും അല്ലെ, തലയിലാണ് പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാല് നമ്മള് ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? വാട്ട് ആർ ദി ഇൻപുട്സ്, വാട്ട് ആർ ദി ഔട്ട്പുട്സ്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ബി യൂസ്ഡ്. എന്താണ് ഇതിലേക്ക് നൽകേണ്ട ഇൻപുട്സുകൾ, എന്താണ് ഇത് സോൾവ് ചെയ്യാൻ ഏതെങ്കിലും ഫോർമുലകൾ വേണോ, എന്തെങ്കിലും ഇക്വേഷൻസ് ആവശ്യമായിട്ടുണ്ടോ, അതേപോലെ തന്നെ ഇതിൽ നിന്ന് എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. അതാണ് അവിടെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രോബ്ലത്തെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്, ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പൊ അതാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ് എന്നാണ്. അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്. അപ്പൊ അൽഗോരിതം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ചിലപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ടാവും അൽഗോരിതം എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. അൽഗോരിതം ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിലും അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടാക്കുക. എന്തിനെ? ടു സോൾവ് ദി പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഇത് പറയുന്നത് ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പരിചയം ഉണ്ടാകും. അതിന്റെ പ്രൊസീജിയർ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിൽ പറയുന്നത് വെച്ച് പറയാണ് കേട്ടോ. 2 എഗ്, ഒരു ഓണിയൻ, ഇത് പറയുന്നുണ്ട് സ്മാൾ സൈസ് ചോപ്ഡ് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, പിന്നെ ഗ്രീൻ ചില്ലി മുളക് 2 എണ്ണം, പിന്നെ ഓയില് 2 ടീസ്പൂണ്, പിന്നെ സാൾട്ട് ഒരു നുള്ള് അല്ലെ, സാൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോ നിങ്ങളിപ്പോ മനസ്സിലാക്കാൻ പറ്റിയത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാന്ന് പറയുമ്പോൾ ദിസ് ആർ ദി ഇൻപുട്സ്. ഇതൊക്കെയാണ് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള ഇൻപുട്ട് ആയിട്ട് നമ്മൾ നൽകേണ്ടത്. ഇതിന്റെ സ്റ്റെപ്സുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ബ്രേക്ക് ദി എഗ്സ് ആൻഡ് പൗർ ദി കണ്ടൻസ് ഇൻ എ വെസൽ ആൻഡ് സ്റ്റിർ. സെക്കൻഡ് വൺ, അതായത് എഗ് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണിയന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയില്ല മിക്സ് ചെയ്യാം അല്ലെ. അതേമാതിരി ഗ്രീൻ ചില്ലീസ്, സാൾട്ട് ഇതൊക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയണത്, നമ്മുടെ സ്റ്റൗവില് ഒരു പാൻ അല്ലെ, പ്ലേസ് എ പാൻ ഓൺ ദി സ്റ്റൗവ്, ലൈറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നു അല്ലെ, അത് ഹീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 2 മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചർ അതെന്ത് ചെയ്യാം, ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒഴിക്കുന്നു. അതിനുശേഷം വെയിറ്റ് ചെയ്യാണ്, ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സ്റ്റെപ്പ് 6 പറയുന്നു ടേൺ ഓവർ ടു ഗെറ്റ് ദി അതർ സൈഡ് ഫ്രൈഡ് വെൽ, മറിച്ചിടുക അല്ലെ, അപ്പുറത്തെ ഭാഗം കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് 7 പറയുന്നത് ടേക്ക് ഇറ്റ് ഔട്ട് ആഫ്റ്റർ സം സെക്കൻഡ്സ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പാനിൽ നിന്ന് അത് എടുത്തിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു അല്ലെ. ഇതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സുകളായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന അതിന് വേണ്ടി ഉപയോഗിച്ചുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റെപ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് ആയി ലഭിക്കുന്നത്, നമുക്ക് ഓംലേറ്റ് എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് റെഡി ടു സെർവ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം അല്ലെ. എന്ന് പറയുമ്പോൾ the recipe given above has following properties. It begins with a list of ingredients. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, തുടങ്ങിയത്. അതാണ് അതിന്റെ എന്ത് ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, a sequence of instructions is given to process the input.
ഈ നൽകിയ ഇൻപുട്സിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ നൽകി. അതാണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഓംലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഇൻപുട്ട് ഏതാണെന്ന് മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇത് ഇൻപുട്ടുകളായിട്ട് നൽകിയതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു. അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്താണെന്നുള്ളതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അൽഗോരിതം എന്ന് പറയുന്ന സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അൽഗോരിതം എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അറബ് മാത്തമാറ്റീഷ്യൻ അബു ജാഫർ മുഹമ്മദ് ഇബിൻ മൂസ അൽ ഖവാരിസ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് അൽഗോരിതം എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നിട്ടുള്ളത്. അൽഗോരിതം എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഒന്നും പറയണേ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ടു സോൾവ് എ പ്രോബ്ലം എന്നാലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, നമുക്ക് ഉപയോഗത്തിൽ വരുന്നുണ്ട്. ജസ്റ്റ് എന്നാലും ഇപ്പൊ തൽക്കാലം ഓർത്തു വെക്കുക, കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ദി ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് ഇൻപുട്സ്. നമ്മൾ ഓംലൈറ്റ് ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചാൽ ആദ്യം ഇൻപുട്സുകളാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. എന്ന് പറയുമ്പോൾ അവിടെ ഇൻഗ്രീഡിയൻസ് അല്ലേ, അതാണ് അതിന്റെ ഇൻപുട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇവിടെ അതിനെ പറയുന്നത് ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ടു ആക്സെപ്റ്റ്. ഫസ്റ്റ് എന്താണ്, അതിന്റെ ഇൻപുട്സുകളായിട്ട് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ദീസ് ഇൻപുട്സ് ആർ പ്രോസസ്ഡ് ബൈ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇത് ഈ ഇൻപുട്സുകളെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. എങ്ങനെ? ബേസ്ഡ് ഓൺ എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റ അല്ലെങ്കിൽ ആ നൽകുന്ന ഇൻപുട്സിനെ എന്ത് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത്, ഇതൊക്കെ ഞാൻ പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്, അവിടെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. യൂസ് വേരിയബിൾസ് ടു റെഫർ ദി ഡാറ്റ. യൂസ് വേരിയബിൾസ് ടു റെഫർ ദി ഡാറ്റ. വേരിയബിൾ എന്ന് പറയുന്ന ഒരു വാക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ അങ്ങോട്ട് സ്ഥിരമായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ എന്താ എന്നുള്ളത് ഇപ്പൊ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, നമുക്ക് പറയാം. ഇവിടെ പറയുന്നത് നമ്മൾ ഇൻപുട്സ് ആയി നൽകുന്ന ഡാറ്റകളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾസ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് വേരിയബിൾസ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. വേരിയബിൾസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. പേരിലുണ്ടല്ലേ, യൂസർ ആണ് ഡിഫൈൻ ചെയ്യുന്ന അത്തരം വാക്കുകൾ. ആ വാക്കില് ആൽഫബറ്റ്സ് വരാം, നമ്പേഴ്സ് വരാം. ഓക്കെ, വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേർഡ്സിന് അതിന്റെ ചില റൂൾസുകൾ കാണാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ ഇൻപുട്സ് ആയി നൽകുന്ന ഡാറ്റകളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക, വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ യൂസർ നൽകുന്ന, പ്രോഗ്രാമർ നൽകുന്ന വാക്കുകളാണ് എന്നും ആലോചിക്കുക. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. Variables must be used for inputting data and assigning values or results. വേരിയബിൾസിലേക്ക് നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡാറ്റ പ്രോസസിംഗിന് അനുബന്ധമായിട്ട് ഉണ്ടാവുന്ന റിസൾട്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾസ് വെച്ചിട്ട് റെഫർ ചെയ്യാം എന്നർത്ഥം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിഗ്യസ്. എന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസുകളും ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആവണം. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ആകരുത് എന്നർത്ഥം. ഈച്ച് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി സഫിഷ്യന്റ്ലി ബേസിക് such that it can in principle be carried out infinite time by a person with paper and pencil. ഇത്ര ഈ ഒരു ചില ടേംസുകളാണ് നമ്മൾ ഇതിൽ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ് വേരിയബിൾസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക.
നമ്മള് ഈ പറഞ്ഞ അൽഗോരിതത്തില് നൽകുന്ന നമ്മൾ പറഞ്ഞ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് അല്ലെ? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്സുകൾ 1 by 1 ആയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? ലഭിക്കണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലഭിക്കും എന്ന് അർത്ഥം. ഇവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാല് മൂന്ന് നമ്പറുകള് നൽകിയിട്ട് അതിന്റെ തുകയും കാണണം, ആവറേജും കാണണം, സം ആൻഡ് ആവറേജ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് മൂന്ന് സംഖ്യകൾ നൽകുക എന്ന് പറഞ്ഞു. ഇൻപുട്ട് 3 numbers. അപ്പൊ നമ്മുടെ ടാസ്ക് എന്താണ്, അല്ലെങ്കിൽ പ്രോബ്ലം എന്താണ്? മൂന്ന് സംഖ്യകളുടെ തുക കാണുക, ആവറേജ് കാണുക എന്നതാണ്. അപ്പൊ അതിനെ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാണ്. സ്റ്റെപ്പ് 1 പറയുന്നത് എന്താണ്? ഇൻപുട്ട് 3 numbers, മൂന്ന് നമ്പറുകൾ ഇൻപുട്ട് ചെയ്യുക. സ്റ്റെപ്പ് 2 ആഡ് ദീസ് നമ്പേഴ്സ് ടു ഗെറ്റ് ദി സം. ഈ മൂന്നെണ്ണം കൂടി കൂട്ടി കഴിഞ്ഞാൽ സം കിട്ടിയില്ലേ? സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? ഈ മൂന്നെണ്ണത്തിനെ ഈ കിട്ടിയ സമയം എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് കിട്ടി. സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്? പ്രിന്റ് സം ആൻഡ് ആവറേജ്, അതായത് ഔട്ട്പുട്ട് ചെയ്യാനുള്ള അർത്ഥത്തിൽ പ്രിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാം. ഈ കിട്ടിയ സമ്മും ആവറേജും എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ചെയ്യുന്നു എന്നർത്ഥം. ഇപ്പൊ നമ്മൾ എഴുതിയ പ്രൊസീജിയറൊക്കെ കറക്റ്റ് തന്നെയാണ്, ഒരുവിധ സംശയമല്ല. ഓക്കെ, ഇത് നമ്മളൊരു അൽഗോരിതം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു അൽഗോരിതം സ്റ്റൈലില് നമ്മൾ എഴുതാൻ പോവുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മൾ മൂന്ന് സംഖ്യകളെ ഇൻപുട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ? ആ മൂന്ന് സംഖ്യകളെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നൽകുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് ലഭിക്കുന്ന വാല്യൂസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് വേരിയബിൾസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത് എന്നർത്ഥം. ആ മൂന്ന് വേരിയബിൾസ് ആണ് ഇവിടെ എ ബി സി എന്ന് എടുത്തിരിക്കുന്നത്. എ ബി സി. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് പ്രോസസ് ചെയ്യുമ്പോൾ, ഡാറ്റ പ്രോസസ് ചെയ്തതിന് ശേഷം നമുക്ക് സം കിട്ടുന്നുണ്ട്, ആവറേജ് കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന വാല്യൂസിനെയും നമുക്ക് എന്ത് ചെയ്യണം? റെഫർ ചെയ്യാൻ വേരിയബിൾസ് വേണം. അതിന് നമ്മൾ എസ് എന്നും എ ബി ജി എന്നും പറഞ്ഞ രണ്ട് വേരിയബിൾസും കൂടി എടുത്തു. ഇതിന്റെ സ്റ്റെപ്സുകൾ നമ്മൾ പറയുകയാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. എപ്പോഴും അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എപ്പോഴും സ്റ്റാർട്ട് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പും ആയിരിക്കും. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ട് എ ബി സി എന്ന് പറയുമ്പോൾ മൂന്ന് വാല്യൂസ് എന്ത് ചെയ്യുന്നു? മൂന്ന് നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് എന്താണ് വെച്ചാൽ അത് അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് 3 എന്താ? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എയിലെയും ബിയിലെയും സിയിലെയും വാല്യൂസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തുക കിട്ടുന്നില്ല, ഒരു സംഖ്യ കിട്ടും. അത് ഏതിലേക്ക് സ്റ്റോർ ചെയ്യാണ്? എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. സ്റ്റെപ്പ് 4 എന്താ? എ ബി ജി ഈക്വൽ ടു എസ് ബൈ 3. കിട്ടിയ സമ്മ് ഏതുണ്ട്? എസ്സിലുണ്ട് അല്ലെ? അപ്പൊ എസ്സിനെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആവറേജ് കിട്ടി. ആ തുക എന്തിലേക്ക് ലഭിച്ചു? അല്ലെങ്കിൽ ആ സംഖ്യ എ ബി ജി എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് റെഫർ ചെയ്യുന്നു. സ്റ്റെപ്പ് 5 പ്രിന്റ് എസ് എ ബി ജി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു അൽഗോരിതം സ്റ്റൈലിലാണ് ഇപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസുകൾ കണ്ടു. സ്റ്റെപ്പ് 2 ഇൻപുട്ട് എ ബി സി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എത്തരത്തിലുള്ളതാണ്? ആക്സെപ്റ്റ് ദി ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാണ്. ഓക്കെ, അതിന് നമുക്ക് ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ്. അവിടെ ഇൻപുട്ട് എന്നതിന് പകരം ആക്സെപ്റ്റ് എന്നോ അല്ലെങ്കിൽ റീഡ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മള് ലാസ്റ്റിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കണ്ടു പ്രിന്റ് എന്ന് കണ്ടു അല്ലെ? പ്രിന്റ് എസ് എ ബി ജി എന്ന് കണ്ടു. എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്പുട്ട് ചെയ്യാണ്. അവിടെ നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഗ്രൂപ്പിൽ പെടുത്താം. അവിടെ പ്രിന്റിന് പകരം ഡിസ്പ്ലേ അല്ലെങ്കിൽ റൈറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പൽ എന്ന് പറയുമ്പോൾ വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിമ്പൽ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക.